ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്നത്തെ പുതിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഗായ്സ്, ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലെ ഒരു പുതിയ ട്രിക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കും കൂടിയാണ്. നമ്മുടെ വാട്സാപ്പ് ചാറ്റിൽ അതിൻ്റെ തീം നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്യാമല്ലോ. ആ തീമിന് ഞാനൊന്ന് AI തീം വെച്ചിട്ടൊന്ന് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറയാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ട്രിക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ ഞാൻ ട്രിക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് തീം AI വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടാവും വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്നും. അതും മാത്രമല്ല എൻ്റെ സൈഡിൽ നിന്നും ആ വീഡിയോകളൊക്കെ വരുന്നതാണ്. റീസെൻ്റ്ലി അതൊക്കെ വരും. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ട്രിക്കിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം ഞാൻ എൻ്റെ വാട്സാപ്പ് തുറക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് വാട്സാപ്പിൻ്റെ പേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 3 ഡോട്ട്സ് കാണും. അവിടെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ചാറ്റ്സ് കാണാം. ചാറ്റ്സിലേക്ക് പ്രസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിഫോൾട്ട് ചാറ്റ് തീം ഉണ്ട്. അവിടെ ഒന്ന് പ്രസ് ചെയ്യാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ഉള്ളത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു തീമാണ്. എനിക്ക് ജനറലി യൂസ് ചെയ്യുന്ന തീമാണ്. മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു തീമാണ്. ഇനി അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്രിയേറ്റ് വിത്ത് AI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ പുതിയ വരുന്ന ക്രിയേറ്റ് വിത്ത് മെറ്റ AIൻ്റെ തീമുകളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ തീമുകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ എന്താണ് നമുക്ക് മെറ്റ തരുന്ന തീമുകൾ ഇപ്പോൾ കണ്ടല്ലോ. ഇതൊക്കെയാണ് തീമുകൾ. ഇനി നമുക്ക് അവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ഒരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് ഡാൻസിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഡോഗ് ഡാൻസിങ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ പ്രസ് ചെയ്തു. അപ്പോൾ അവിടെ കമാൻഡ് പോയി. ഞാൻ ആ കമാൻഡിന് വെയിറ്റ് ചെയ്യണം. അത് മാത്രമല്ല അവിടെ അതിൻ്റെ ലോഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ്. ഇപ്പോൾ കണ്ടില്ല, ഡോഗ് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇത് AI ജനറേറ്റഡ് തീമാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ഇപ്പോൾ ഡോഗ് ഡാൻസ് ചെയ്യണോ എന്ന് അറിയില്ല, അതോ ചാടണോ എന്നുള്ളതൊന്നും അറിയില്ല. ഇവിടെ കണ്ടില്ല. അപ്പോൾ ലാസ്റ്റത്തെ കണ്ടപ്പോൾ ഡോഗ് ഡാൻസ് ചെയ്യുന്നൊരു തീമാണ് ഞാൻ കണ്ടത്. ഞാനിനി അവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു, ടിക്ക് മാർക്ക്. അപ്പോൾ അവിടെ ചോദിക്കും സെറ്റ് തീം വേണോ അതോ ക്യാൻസൽ ചെയ്യണോ. അപ്പോൾ ഞാൻ സെറ്റ് തീം ചെയ്യാണ്. സെറ്റ് തീം ചെയ്തു. ഇനി ഞാൻ ബാക്കിലോട്ട് പോവുകയാണ്. ഇനി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എന്തെങ്കിലും ഒരു പേജ് തുറക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് തുറക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇമേജിങ് എക്സ്പോർട്സ് തുറക്കാണ്. അവിടെ ഇനി കണ്ടില്ല, പട്ടി ഡാൻസ് കളിക്കണ തീം ഞാൻ സെറ്റ് ചെയ്തിരിക്കണ. ഇങ്ങനെയാണ് നമ്മൾ AI വെച്ചിട്ട് തീം സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഞാൻ വീണ്ടും പറയണം എല്ലാവരോടും, എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ. അത് മാത്രമല്ല, ഒന്നുകൂടെ ഒന്ന് ബെൽ ബട്ടൻ്റെ അവിടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ല് അടിച്ചാട് പൊളിക്കുക. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ഡേ. അടുത്തത് ഞാൻ ടെക് ന്യൂസുമായിട്ട് വരികയാണ് നമ്മുടെ ഷംസി ഫോർ ടെക്കിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും നന്ദി, നമസ്കാരം.